നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയം ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനം, ദുരിതത്തിന് അറുതിയില്ല. വിജയപുരം ആനത്താനത്ത് മണ്ണിടിഞ്ഞു വീണ് വീടിനും പ്രാർത്ഥനാലയത്തിനും കേടുപാട്. കോട്ടയം താലൂക്കിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ക്യാമ്പുകൾ രണ്ടും പ്രവർത്തിക്കുന്നത് വിജയപുരം പഞ്ചായത്തിൽ. ക്യാമ്പുകളിൽ 5 കുടുംബങ്ങൾ. വീടിനെ വീടാക്കുന്നത് അമ്മമാരെന്ന് പാലാ രൂപതാധ്യക്ഷന്മാർ ജോസഫ് കല്ലറങ്ങാട്ട്. പാലാ രൂപത മാതൃവേദിയുടെ അൽഫോൻസ തീർത്ഥാടനം ഭക്തിസാന്ദ്രം. വാർത്തകൾ വിശദമായി. കനത്ത മഴയെ തുടർന്ന് വിജയപുരം പഞ്ചായത്തിലെ ആനത്താനത്ത് മൺതിട്ട ഇടിഞ്ഞു വീണു. ചർച്ച് ഓഫ് ഗോഡിന്റെ പ്രാർത്ഥനാലയത്തിനും സമീപത്തെ വീടിനും കേടുപാട് സംഭവിച്ചു. വിജയപുരം പഞ്ചായത്തിലെ ആനത്താനത്ത് മൺതിട്ട ഇടിഞ്ഞു വീണ് വീടിനും ചർച്ച് ഓഫ് ഗോഡ് ആരാധനാലയത്തിനും കേടുപാട് സംഭവിച്ചു. വിജയപുരം പഞ്ചായത്തിലെ 12-ാം വാർഡ് താമരശ്ശേരി ആനത്താനത്താണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ അപകടമുണ്ടായത്. വീടിന്റെയും ചർച്ച് ഓഫ് ഗോഡ് ഹാളിന്റെയും പിൻഭാഗത്തെ മൺതിട്ട വൻ ശബ്ദത്തോടെ ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഇവിടെ താമസിക്കുന്ന കോതകേരിൽ അന്നമ്മ മാത്യുവിന്റെ വീടിന് ഏറെ കേടുപാടുകൾ സംഭവിച്ചു. മൺതിട്ടയിൽ നിന്നും ഉരുണ്ടു വീണ കല്ല് ആരാധനാലയത്തിന്റെ പാരിഷ് ഹാളിൽ വന്നിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഹാളിന്റെ ഒരു വശം തകർന്നു. അപകട വിവരം അറിഞ്ഞ വിജയപുരം പഞ്ചായത്ത് അംഗം ബിനു മറ്റത്തിൽ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ഇന്ന് രാവിലെ ഒരു 10:30 ഇവിടെ അതിഭയങ്കര ശബ്ദത്തോടു കൂടി കല്ലുകളടക്കം ഇങ്ങനെ ഇവിടെ വന്ന് വീഴുകയും, ഇവിടെ തൊട്ടടുത്ത് ഒരു ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഒരു പ്രാർത്ഥനാലയമുണ്ട്. അതിൻ്റെ മതിലുകൾ തകർത്ത് അതിൻ്റെ ഭിത്തിക്കും കേടുപാടുകൾ സംഭവിച്ചുകൊണ്ട് വലിയൊരു കല്ല് വന്ന് ഇവിടെ വീണിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ടടുത്ത് താമസിക്കുന്ന അന്നമ്മ മാത്യു കോതകരിയിൽ അവരുടെ ഭവനത്തിൻ്റെ ബാക്ക് വശത്തിലേക്ക് മൺകൂനകൾ വന്ന് ഇടിച്ച് അവർക്ക് കതകൊന്നും തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വീടെത്തിയിരിക്കുകയാണ്. ആ പൈപ്പ് ലൈനുകളെല്ലാം പൊട്ടിയിട്ടുണ്ട്. പക്ഷേ വൻ ദുരന്തം ഒഴിവായിട്ടുണ്ട്. ആ കുട്ടികൾ തൊട്ട് മുമ്പ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കുട്ടികൾ വീട്ടിലോട്ട് കയറി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഇവിടെ ഈ ഒരു വൻ ദുരന്തം ഇവിടെ ഉണ്ടായത്. അതുകാരണം ജീവഹാനി സംഭവിച്ചിട്ടില്ല. പക്ഷേ എങ്കിലും കുറെ നാശനഷ്ടങ്ങളും കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട്. വിജയപുരം വില്ലേജ് ഓഫീസർ പ്രമോദ്, ഫീൽഡ് ഓഫീസർ മഹേഷ് എന്നിവർ സ്ഥലം സന്ദർശിച്ച് നിർദ്ദേശങ്ങൾ നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. 2 ദിവസമായി ശമിക്കാതെ പെയ്ത കനത്ത മഴയിൽ കോട്ടയം ജില്ലയിൽ വ്യാപക നാശം. കോട്ടയം താലൂക്കിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ മഴക്കെടുതി തുടരുന്നു. 2 ദിവസമായി ശമിക്കാതെ പെയ്യുന്ന കനത്ത മഴയിൽ കോട്ടയം ജില്ലയിൽ വ്യാപക നാശനഷ്ടം. ജില്ലയിൽ 3 വീടുകൾ പൂർണ്ണമായും 41 വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. ജില്ലയിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. വടവാതൂർ GLPS, വടവാതൂർ HSS എന്നിവിടങ്ങളിലാണ് ക്യാമ്പുകൾ തുറന്നത്. 5 കുടുംബങ്ങളാണ് ഇവിടെ കഴിയുന്നത്. എല്ലാ കൊല്ലവും 2-3 പ്രാവശ്യമെങ്കിലും ഇത്തവണ 3-ാമത്തെ തവണയാണ് ഈ വെള്ളം കയറുന്നത്. അതായത് ഞങ്ങളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ 15 ദിവസം ആയില്ല ഇവിടുന്ന് പോയിട്ട്. ഈ കഴിഞ്ഞ 1-ാം തീയതി, ഈ കഴിഞ്ഞ മാസം 1-ാം തീയതി തിരിച്ച് വീട്ടിൽ പോയിട്ട് അതിൻ്റെ 27-ാം തീയതി വന്നിട്ടാണ് ഈ 1-ാം തീയതി പോകുന്നത്. കഴിഞ്ഞ മാസം, അതിന് മുമ്പത്തെ മാസം അതുപോലെ തന്നെ 26-ാം തീയതി വന്നു. ഒരാഴ്ച ഇവിടെ താമസിച്ചു. 8-ാം പക്കം ബുധനാഴ്ച തിരിച്ച് വീട്ടിൽ പോയി. വീടിന്റെ പുറകുവശം കണ്ടം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വീടിന്റെ ഫ്രണ്ട് തന്നെ കണ്ടോ? പഞ്ചായത്തിലെ 5 വാർഡുകൾ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ഭക്ഷണം ഉൾപ്പെടെ എത്തിച്ചു നൽകുന്നുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് VT സോമൻകുട്ടി പറഞ്ഞു. 2 സ്കൂളുകളിലായിട്ട് 5 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ട ഭക്ഷണങ്ങളും എല്ലാം നമ്മൾ യഥാസമയങ്ങളിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വർഷം തന്നെ 3-ാമത്തെ ക്യാമ്പുകളാണ് ഇപ്പം നടത്തപ്പെടുന്നത്. ഈ വെള്ളപ്പൊക്കം മൂലം ഇവിടുത്തെ വിജയപുരം പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ അതിരൂക്ഷമായ പ്രശ്നങ്ങളാണ് ജനങ്ങൾ നേരിടുന്നത്. അത് പലപ്പോഴും ഈ സമയങ്ങളിൽ ആളുകളെ പെട്ടെന്ന് രാത്രികാലങ്ങളൊക്കെ മാറ്റി പാർപ്പിക്കേണ്ടി വരുന്നുണ്ട്. അത് ഉത്തരവാദിത്തമായിട്ട് പഞ്ചായത്ത് ഭരണസമിതി ഞങ്ങളെല്ലാം ഒത്തുചേർന്നുകൊണ്ട് തന്നെ ഈ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോവുകയാണ്. ക്യാമ്പിൽ ആവശ്യമുള്ള ഭക്ഷണം കാര്യങ്ങളെല്ലാം ആ ഭക്ഷണമൊക്കെ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ പഞ്ചായത്തിൻ്റെ ചെലവിൽ തന്നെയാണ് നമ്മൾ ആഹാരങ്ങളെല്ലാം എത്തിച്ചു കൊടുക്കുന്നത്. ക്യാമ്പിലേക്ക് എത്താത്തവർക്കായി പലചരക്ക് സാധനങ്ങളും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എത്തിച്ചു നൽകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വീടിനെ വീടാക്കുന്നത് അമ്മമാരെന്ന് പാലാ രൂപതാധ്യക്ഷന്മാർ ജോസഫ് കല്ലറങ്ങാട്ട്. മാതൃവേദിയുടെ നേതൃത്വത്തിൽ നടന്ന അൽഫോൻസ തീർത്ഥാടനത്തെ വരവേൽക്കുകയായിരുന്നു അദ്ദേഹം.
പാലാ രൂപതയിലെ ഫാമിലി അപ്പോസ്തലേറ്റിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന അമ്മമാരുടെ സംഘടനയായ മാതൃവേദിയുടെ ആഭിമുഖ്യത്തിൽ അൽഫോൻസ തീർത്ഥാടനം നടത്തി. വീടിനെ വീടാക്കുന്നത് അമ്മമാരാണെന്ന് അൽഫോൻസ തീർത്ഥാടനത്തിന് എത്തിച്ചേർന്ന അമ്മമാരോട് രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് ആശംസാ പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു. നമുക്കിവിടെ നിലനിൽക്കുന്ന ഭവനങ്ങൾ ഇല്ലെന്നും നമ്മൾ തീർത്ഥാടകരായിട്ട് നടന്ന് വിശ്വസിച്ച് ഈശോയിലാഴപ്പെട്ട് സ്വർഗീയ ഭവനത്തിൽ എത്തേണ്ടവരാണ് എന്നുമുള്ള ആ ഒരു സന്ദേശമാണ് ഈ പുണ്യകുടീരത്തിലേക്ക് തീർത്ഥാടകരായിട്ട് നിങ്ങൾ മെച്ചിമാര്. രൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്ന് 2000-ലധികം അമ്മമാർ അൽഫോൻസാമയുടെ കബറിടത്തിനു ചുറ്റും ഒന്നിച്ചുകൂടി. പാലാ രൂപത പ്ലാറ്റിനം ജൂബിലിയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോൾ ജൂബിലിയുടെ പ്രതീകമായി 75 അമ്മമാർ അൽഫോൻസ വേഷധാരികളായത് ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റാൻ കാരണമായി. ഭരണങ്ങാനം അൽഫോൻസ തീർത്ഥാടന കേന്ദ്രം റക്ടർ ഫാദർ അഗസ്റ്റിൻ പാലക്കാപ്പറമ്പിൽ, വൈസ് റക്ടർ ഫാദർ ആന്റണി തോണക്കര, അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ഗർവാസിസ് ആനിത്തോട്ടം എന്നിവർ ചേർന്ന് അമ്മമാരെ സ്വാഗതം ചെയ്തു. ജൂബിലി വർഷത്തിൽ മാതൃവേദി നടപ്പാക്കുന്ന 1 വർഷം നീണ്ടു നിൽക്കുന്ന അഖണ്ഡ ജപമാലയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് തീർത്ഥാടന കേന്ദ്രം റക്ടർ ദീപം തെളിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. ജോയിന്റ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻ ഏറ്റെടുത്ത് നടത്തുന്ന കാരുണ്യഹസ്തം ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിക്ക് വീൽചെയറുകൾ വിതരണം ചെയ്തു. 10 വീൽചെയറുകളാണ് നൽകിയത്. ജോയിന്റ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻ കോട്ടയം ജില്ലാ സമ്മേളനം പൊൻകുന്നത്ത് തുടങ്ങി. 2 ദിവസങ്ങളിലായാണ് സമ്മേളനം. സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടന ഏറ്റെടുത്ത് നടത്തുന്ന കാരുണ്യഹസ്തം ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലേക്ക് വീൽചെയറുകൾ നൽകി. 10 വീൽചെയറുകളാണ് നൽകിയത്. CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് VB ബിനു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വീൽചെയറുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. സർക്കാർ ജീവനക്കാരുടെ ഒരു സംഘടന എന്നുള്ള നിലയിൽ ജീവനക്കാരുടെ അവകാശങ്ങളും അവരുടെ പ്രശ്നങ്ങളും അധികാരികളുടെ മുമ്പിൽ എത്തിക്കുകയും മികച്ച സംഘടനാ പ്രവർത്തനം നടത്തുന്നതോടൊപ്പം ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം എത്തിക്കാൻ വേണ്ടി കാരുണ്യ പദ്ധതിയുടെ ധാരാളമായ ലക്ഷ്യങ്ങൾ നേരിട്ട് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ജോയിന്റ് കൗൺസിലിന്റെ സംസ്ഥാന കമ്മിറ്റി നിരവധിയായ പരിപാടികൾ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കൊണ്ടിരിക്കുന്നു. ജോയിന്റ് കൗൺസിൽ ജില്ലാ സെക്രട്ടറി PN ജയപ്രകാശ് അധ്യക്ഷനായി. മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സാവൻ സാറ മാത്യു, അഡ്വക്കേറ്റ് MA ഷാജി, EA നിയാസ്, സുജിത് സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. കാർഗിൽ യുദ്ധവിജയ വാർഷികത്തിന് മുന്നോടിയായി പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ നിന്നും നടക്കുന്ന സൈക്കിൾ റാലിക്ക് പാലാ രാമപുരത്ത് സ്വീകരണം നൽകി. 16 അംഗങ്ങളടങ്ങിയതാണ് റാലി ടീം. 1999 മെയ് 26 മുതൽ ജൂലൈ 26 വരെ നടന്ന കാർഗിൽ യുദ്ധത്തിന്റെ 25ാം വിജയവാർഷികം ഈ മാസം 26-ന് ആഘോഷിക്കും. ഇതോടനുബന്ധിച്ച് പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ നിന്നുള്ള സൈക്കിൾ റാലിക്ക് രാമപുരത്ത് എക്സ് സർവീസ്മെൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ട്രസ്റ്റ് രക്ഷാധികാരി മേജർ VM ജോസഫ്, കേണൽ മധുപാൽ B, സുബൈദാർ മേജർ ഗോപാലകൃഷ്ണൻ, ട്രസ്റ്റ് അംഗങ്ങൾ എന്നിവർ ചേർന്ന് 16 അംഗങ്ങൾ അടങ്ങുന്ന സംഘത്തെ മാലയിട്ട് സ്വീകരിച്ചു. പ്രസിഡന്റ് കേണൽ KNV ആചാരി കാർഗിൽ യുദ്ധത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റിയും അതിൽ നിന്നും കിട്ടുന്ന പ്രചോദനത്തിനെയും ഊർജത്തെയും പറ്റിയും യുദ്ധത്തിൽ ജീവൻ ബലിയർപ്പിച്ച 527 ജവാന്മാർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചും സംസാരിച്ചു. രാജ്യം പരംവീർ ചക്ര നൽകി ആദരിച്ച മേജർ രാമസ്വാമി പരമേശ്വർ പരംവീർ ചക്രയുടെ സ്മാരകത്തിൽ റാലി ടീമിന്റെ ക്യാപ്റ്റൻ മേജർ T മഗജിത് സിംഗ് പുഷ്പചക്രം അർപ്പിച്ചു. NCC കേഡറ്റുകൾ, സ്കൗട്ട് കേഡറ്റുകൾ, പോലീസ് സേനാംഗങ്ങൾ, അധ്യാപകർ, വിവിധ ക്ലബ്ബ് അംഗങ്ങൾ, രാഷ്ട്രീയ കലാരംഗത്തെ പ്രമുഖർ, നാട്ടുകാർ എന്നിവരുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ എന്നും ജനമനസ്സിൽ നിറഞ്ഞു നിൽക്കുമെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിൽ പുഷ്പചക്രം സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പുതുപ്പള്ളി പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിങ്കൽ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. രാഷ്ട്രീയത്തിന് അതീതമായി വികസന രംഗത്തും സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ആളുകളുടെ പുരോഗതിക്കും ഉന്നമനത്തിനും വേണ്ടി നിസ്വാർത്ഥ സേവനം അനുഷ്ഠിച്ച ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ എന്നും ജനമനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുമെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. ആരോപണത്തിന്റെ
പേരിൽ വേട്ടയാടപ്പെട്ട നിരപരാധിയായ ജനനേതാവായിരുന്നു ഉമ്മൻചാണ്ടിയെന്നും സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് അദ്ദേഹം രാഷ്ട്രീയക്കാരനായിരുന്നുവെങ്കിലും രാഷ്ട്രീയത്തിന് അതീതമായ എല്ലാവരെയും ഒരേ കണ്ണോടുകൂടി കണ്ട ഒരു വ്യത്യസ്തനായ രാഷ്ട്രീയ നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എന്നും നമ്മുടെ നാട്ടിൽ രാജ്യത്ത് നിലനിൽക്കേണ്ടതുണ്ട്. നമുക്കറിയാം ഒട്ടേറെ വൻ വികസന പദ്ധതികൾ നമുക്കറിയാം. നമ്മുടെ കൊച്ചിൻ മെട്രോ, അതോടൊപ്പം തന്നെ വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഉൾപ്പെടെയുള്ള കേരളത്തിലെ സ്വപ്ന പദ്ധതികൾ കേരളത്തിൽ സമ്മാനിച്ച പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാർ വികസനത്തോടൊപ്പം കേരളത്തിലെ പാവപ്പെട്ടവരും സാധാരണക്കാരുമായ ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി, അവരുടെ പുരോഗതിക്ക് വേണ്ടി ഏറ്റവും ആത്മാർത്ഥമായി നിസ്വാർത്ഥമായി പോരാടിയ അദ്ദേഹത്തിൻ്റെ ആത്മാവ് സ്വർഗത്തിലാണെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ എല്ലാവിധമായ പ്രാർത്ഥനയും ആദരാഞ്ജലിയും ഒരിക്കൽ കൂടി നേരുന്നു. നന്ദി. കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ ബാലുജി വെള്ളിക്കര, ട്രഷറർ റോയ് ജോയി, കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഗണേഷ് ഏറ്റുമാനൂർ, ഭാരവാഹികളായ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ മണിമല, മോഹൻദാസ് അമ്പലറ്റ്, ജെയ്സൺ മാത്യു, ബിനു ആയിരമല, രഞ്ജിത്ത് എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. KSKTU 23ാമത് കോട്ടയം ജില്ലാ സമ്മേളനത്തിന് പാലായിൽ തുടക്കമായി. മുനിസിപ്പൽ ടൗൺ ഹാളിൽ ആരംഭിച്ച സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആനവൂർ നാഗപ്പൻ ഉദ്ഘാടനം ചെയ്തു. പാർലമെന്ററി ജനാധിപത്യത്തിന്റെ എല്ലാ മര്യാദകളും ലംഘിക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാടെന്ന് അദ്ദേഹം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് ലജേഷ് ശശി, ജില്ലാ സെക്രട്ടറി MK പ്രഭാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഏത് വിഭാഗത്തെയാണോ ബാധിക്കുന്നത് അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും ചെയ്യുന്ന പാർലമെന്ററി ജനാധിപത്യത്തിന്റെ എല്ലാ മര്യാദകളെയും ലംഘിച്ച് തങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട് എന്നുള്ളത് കൊണ്ട് കൈവത്തി മണിക്കൂറുകൾ കൊണ്ട് പാസാക്കിയിട്ട് പോകുന്ന അവസ്ഥ എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ അറിയിപ്പ്. IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ BCom, BSc കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് 19 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. SC, ST, OEC വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഫീസ് ആനുകൂല്യമുണ്ട്. വിവരങ്ങൾക്ക് ഫോൺ 048282 206480. ഗവൺമെന്റ് കോളേജിലും ജില്ലയിലെ 22 എയ്ഡഡ് കോളേജുകളിലുമായി 12 താൽക്കാലിക സൈക്കോളജി അപ്രന്റീസുമാരെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. രേഖകളുമായി 19 രാവിലെ 11 ഗവൺമെന്റ് കോളേജിൽ എത്തണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ഫോൺ 9447886171. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ പ്രിസം പദ്ധതിയിൽ വിവിധ പാനലുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. careers.cidict.org പോർട്ടൽ വഴി ജൂലൈ 20-നകം അപേക്ഷിക്കണം. തസ്തിക യോഗ്യതകൾ: സബ് എഡിറ്റർ, ഇൻഫർമേഷൻ അസിസ്റ്റന്റ്, ബിരുദം ജേർണലിസം, മാസ് കമ്മ്യൂണിക്കേഷൻ, പബ്ലിക് റിലേഷൻസ് ഡിപ്ലോമ അല്ലെങ്കിൽ ജേർണലിസം, മാസ് കമ്മ്യൂണിക്കേഷൻ, പബ്ലിക് റിലേഷൻ ബിരുദം, ജേർണലിസത്തിൽ PG ഉള്ളവർക്കും അപേക്ഷിക്കാം. സബ് എഡിറ്റർ തസ്തികയിലേക്ക് മാധ്യമങ്ങളിലോ വാർത്താ ഏജൻസികളിലോ സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ PR വാർത്താ വിഭാഗങ്ങളിലോ 1 വർഷ പരിചയവും ഉണ്ടായിരിക്കണം. കണ്ടന്റ് എഡിറ്റർ, +2 വീഡിയോ എഡിറ്റിംഗിൽ ബിരുദം, ഡിപ്ലോമ, സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്യാം. ഒരാൾക്ക് ഒരു പാനലിലേക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ. വിവരങ്ങൾക്ക് ഫോൺ 047125183637. വിശദമായ വിജ്ഞാപനത്തിന് www.prd.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനം, ദുരിതത്തിന് അറുതിയില്ല. വിജയപുരം ആനത്താനത്ത് മണ്ണിടിഞ്ഞു വീണ് വീടിനും പ്രാർത്ഥനാലയത്തിനും കേടുപാട്. കോട്ടയം താലൂക്കിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ക്യാമ്പുകൾ 2ഉം പ്രവർത്തിക്കുന്നത് വിജയപുരം പഞ്ചായത്തിൽ. ക്യാമ്പുകളിൽ 5 കുടുംബങ്ങൾ. വീടിനെ വീടാക്കുന്നത് അമ്മമാരെന്ന് പാലാ രൂപത അധ്യക്ഷന്മാർ ജോസഫ് കല്ലറങ്ങാട്ട്. പാലാ രൂപത മാതൃവേദിയുടെ അൽഫോൻസ തീർത്ഥാടനം ഭക്തിസാന്ദ്രം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.